കണ്ണാടിച്ചെടി നല്ല മിനിയേച്ചർ ടൈപ്പായിട്ട് നല്ല ബുഷും തിക്കുമായി നിറച്ചും ഇലകൾ വരാനായിട്ടുള്ള പ്രോ ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്ക് വരികയും ഓരോരോ ഇലയായിട്ട് നിൽക്കുക, അതേപോലെ തന്നെ അത് കാട് പോലെ വളർന്നു കഴിയുമ്പോൾ തീരെ ഭംഗിയില്ലാതെ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ നല്ല ബുഷും തിക്കുമായിട്ട് എടുക്കാം. ഇത് കണ്ടോ, ഇതിൽ പല ഹൈറ്റിലായിട്ടാണ് ചെടികൾ നിൽക്കുന്നത്. അപ്പോൾ പല കളറുകൾ ഒരു പോട്ടിൽ തന്നെ വളർത്താം. അപ്പോൾ ഓരോ ചെടിയുടെയും വളർച്ച പല രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇലകൾ തിങ്ങി വരികയും ചെയ്യും, അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇതേപോലെ മുകളിലേക്ക് പൊന്തിപ്പോയ ചെടികൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, മറ്റ് പ്ലാന്റിൻ്റെ ഏകദേശം വലുപ്പം വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 നോഡുകൾ ഇതേപോലെ ആ ഒരു ഇല വരുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്തുള്ള ഇലയും മുകൾ ഭാഗത്തുള്ള ഇലയും കട്ട് ചെയ്ത് മണ്ണ് ഈ ഒരു മുകൾ ഭാഗത്തുള്ളവരെ നമുക്ക് കുത്തി കൊടുക്കണം. ആ പോട്ടി മിക്സിലേക്ക് വരുന്ന രീതിയിൽ വേണം ഈ കട്ടിങ്സ് നട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു പോട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ നട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കി വരുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവും, അതിൻ്റെയൊക്കെ ആ ഒരു തൂമ്പ് ഭാഗം മാത്രം ഒന്ന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ 2 ഇലകൾ വരുന്ന ആ തൂമ്പ് ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഒരുപാട് വലിയ ബ്രാഞ്ചുകളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4-5 ഇല വരുന്ന ഭാഗങ്ങൾ വെച്ച് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഓരോ ഇലേൻ്റെ ഭാഗത്തുനിന്നും സൈഡ് ഭാഗത്തുനിന്നും നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ ചെറുതായിട്ട് വരികയും ഇതൊക്കെ തിക്കും ബുഷുമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് പോട്ടിൽ കുറച്ചുകൂടി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്ന പീസുകൾ കട്ടിങ്സ് നമുക്ക് ആ ഒരു ഒഴിവുള്ള ഭാഗത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അടി മുതൽ തന്നെ നമുക്ക് ഇലയുള്ള നല്ല ചെടികളായിട്ട് കിട്ടും. അപ്പോൾ ആ കുത്തി കൊടുക്കുന്ന പിന്നെ കമ്പിൻ്റെയും കട്ടിങ്സിൻ്റെയും തൂമ്പ് ഭാഗം ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്കിതിന്ന് കൂടുതൽ ബ്രാഞ്ചുകൾ പെട്ടെന്ന് ഉണ്ടായി കിട്ടുകയുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എത്ര ഹൈറ്റിലാണോ ചെടി നിർത്തേണ്ടത് അത്ര ഹൈറ്റിൻ്റെ മുകളിലേക്കുള്ള എല്ലാ ബ്രാഞ്ചുകളും കട്ട് ചെയ്ത് വട്ടത്തിലാക്കിയിട്ട് നമ്മളിങ്ങനെ ബുഷാക്കിയിട്ട് നിർത്തുക. അപ്പോൾ ഇവിടെ കണ്ടോ പുറത്തേക്ക് ചാടി വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് പല വലുപ്പത്തിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ബോൾ പോലെ ആക്കിയിട്ട് മുകൾ ഭാഗം എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പുറത്തേക്ക് നിൽക്കുന്ന ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് മാറ്റുക. മുകളിലേക്ക് ഒരുപാട് ഹൈറ്റിലേക്ക് ഓരോരോ ചെടികളൊക്കെ അങ്ങനെ അങ്ങോട്ട് മുകളിലേക്കും താഴെയായിട്ട് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ അതേപോലെ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റൈലായിട്ട് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയും വേണം, അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളക്കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എല്ലാ ദിവസവും വേനൽക്കാലത്ത് നനയ്ക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതൊക്കെ വേറെ പോട്ടിലേക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നട്ടിട്ട് എങ്ങനെയാണ് കൂടുതൽ കളറുകൾ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ ഹോം പേജിലൊന്ന് പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് നടന്ന് നമുക്ക് ഇതേപോലെ പഴയ വാട്ടർ ബോട്ടിലെടുത്ത് അതിൻ്റെ അടിഭാഗത്ത് കുറച്ചധികം ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് ചരിച്ചോറും മണ്ണും ഒരേ രീതിയിൽ പകുതി എടുത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ കട്ടിങ്സ് ഈ ഒരു തൂമ്പ് ഭാഗമൊക്കെ ആണെങ്കിൽ തന്നെ അതേപോലെ തന്നെ തണ്ട് ഭാഗമാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിന് വളമോ മറ്റധികം പോട്ടി മിക്സ് ഒന്നും തന്നെ വേണ്ട, വെറും മണ്ണെടുത്തിട്ട് കുത്തി കൊടുത്താലും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചെറിയ സ്റ്റെമ്മുകൾ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ പല കളറുകളൊരു ഇതേപോലത്തെ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് കുത്തി വയ്ക്കാവുന്നതാണ്. നന്നായിട്ട് വേര് പിടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്ത് നല്ലൊരു പോട്ടി മിക്സ് നിറച്ച് അതിലേക്ക് മാറ്റി നടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. നല്ല വേരുള്ള സ്ഥലത്ത് വയ്ക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കാനായിട്ട് വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം. നല്ല കളറും നല്ല ബുഷും തിക്കുമായിട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി വയ്ക്കാം. നല്ല വീഡിയോകളും അതേപോലെ തന്നെ നല്ല കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇവിടെ ചോദിക്കട്ടെ. ബൈ.